ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വേറെ ഒന്നിനെക്കുറിച്ചുമല്ല. നമ്മുടെ മലയാളികൾക്ക് യു കെ മടുത്തു തുടങ്ങിയോ എന്നൊരു തോന്നൽ. ഒരുപാട് പേര് യു കെ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തേക്ക് വരാൻ വേണ്ടി ഇപ്പോഴും നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഫ്രോഡായിട്ടുള്ള കൺസൾട്ടൻസികൾക്കൊക്കെ പൈസ കൊടുത്ത് ചതിക്കപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവിടെ യു കെയിൽ വന്നിട്ട് PR എടുത്ത് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുള്ള ആൾക്കാർക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. അതല്ലാതെ ഇപ്പം വന്നിട്ടുള്ള പുതിയ മൈഗ്രേഷനിൽ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം PR കിട്ടുന്നതിന് മുമ്പ് ILRന് മുമ്പുള്ള കണ്ടീഷനിലുള്ള ആൾക്കാർക്കാണ് യു കെ മടുത്തു തുടങ്ങിയത്. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ഗൾഫിലൊക്കെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഇപ്പോഴും ആവറേജ് ശമ്പളം എന്ന് പറയുന്നത് 1500 കിട്ടുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഹൈ പ്രൊഫൈലുകാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. സാധാരണക്കാരായ ആളുകൾ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര്, ഞാനടക്കമുള്ള ഹോട്ടൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഞാനടക്കമുള്ള ഒരുപാട് പേർക്ക് ശമ്പളം എന്ന് പറയുന്നത് ഹോട്ടൽ ഫീൽഡിലൊക്കെ ഇപ്പോഴത്തെ നല്ല നല്ല കമ്പനി ഒഴിച്ചാൽ സാധാരണ കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 റിയാൽ തൊട്ട് അല്ലെ 1000 ദിർഹം തൊട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ അവരുടെയൊക്കെ അരികെ പോയിട്ട് അവരുടെ ഡ്യൂട്ടി ടൈമും അവർക്ക് ഇവിടെ യു കെയിൽ കിട്ടുന്ന പോലത്തെ വർക്ക് അവേഴ്സ് ആണോ എന്താണ് അല്ലെ പോയിട്ടില്ലാത്തവർ അവരോടൊക്കെ ഒന്ന് ചോദിക്കണം അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ. നിങ്ങൾ ഈ യു കെയിൽ വന്നിരുന്നിട്ട് ഇവിടെ വന്നിട്ട് ടാക്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ ചിലവ് ഇവിടെ ചിലവ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെല്ലാവരും ഒരു ഫാമിലിയായിട്ട് വന്നിട്ടാണ് നിങ്ങൾ ഈ എക്സ്പെൻസ് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഫാമിലി ഉണ്ട്, അവരോടൊപ്പം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നിട്ട് രണ്ടുപേരും വർക്ക് ചെയ്ത് പൈസ സമ്പാദിക്കുന്നു. അതിൽ നിന്ന് നല്ലൊരു ശതമാനം, യു കെയിൽ ടാക്സ് ഇല്ലെന്നല്ല, നല്ലൊരു ശതമാനം ടാക്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു കെ സിറ്റിസണായിട്ടുള്ളവർക്കും ഇവിടെ വരുന്നവർക്കും എല്ലാം ബേസിക് സാലറിയും അല്ലെങ്കിൽ ടാക്സിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാം ഏകദേശം സെയിമാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മൈഗ്രൻ്റായിട്ട് വന്നിട്ട് നമുക്കാണ് ടാക്സ് കൊടുക്കാൻ ബുദ്ധിമുട്ട്. ഇവിടെ ഉള്ളവരും ഇതേ ടാക്സ് കൊടുത്തിട്ടാണ് ജീവിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഗൾഫിലത്തെ ഒരു കണ്ടീഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതൊക്കെ, ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറയുന്ന അവസ്ഥയിലുള്ളവർക്കാണ്. ഒരുപാട് പേര് ഇപ്പോഴും ഈ യു കെയിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രമിച്ചിട്ട് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു വേക്കൻസിക്ക് വേണ്ടി 1000 റെസ്യൂമുകൾ അയക്കുന്നവരുണ്ട്, എംപ്ലോയറെ അന്വേഷിക്കുന്നവരുണ്ട്, കൺസൾട്ടൻസിക്ക് ക്യാഷ് കൊടുത്തിട്ട് വരാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്യുക. ബാക്കിയുള്ളവരെ കൂടെ, അല്ലെ വരാനിരിക്കുന്നവരെ കൂടെ അല്ലെങ്കിൽ വന്നിട്ടുള്ളവരെ കൂടെ ഇവിടെ എങ്ങനെയും പിടിച്ച് നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരെ കൂടെ വെറുപ്പിക്കാതെ, നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങുക. അല്ലാണ്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വീഡിയോസ് ഇട്ട്, അല്ലെങ്കിൽ അവിടെ പ്രശ്നമാണ് ഇവിടെ പ്രശ്നമാണ്. ഏത് രാജ്യത്താണ് പ്രശ്നമില്ലാത്തത്? ഈ പറയുന്നവരൊക്കെ എനിക്ക് തോന്നുന്നില്ല 3 കൊല്ലം ആയിട്ട് ഇന്ത്യയിൽ പോയിട്ടുള്ളവരാണെന്ന്. നിങ്ങൾ നമ്മുടെ നാട്ടിലോട്ടൊന്ന് ചെന്ന് നോക്കണം. അവിടുത്തെ ചിലവുകൾ, അവിടുത്തെ ശമ്പളം ഇപ്പോഴും ഒരു മാസം പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു ആവറേജ് കിട്ടുന്ന 15,000 അല്ലെ 20,000 കൂട്ടിക്കും. നിങ്ങൾ ഒരു 1000 രൂപയും പോക്കറ്റിലിട്ട് ഒന്ന് കവലയ്ക്ക് ഇറങ്ങി നോക്കണം. കഴിഞ്ഞ ഒരു മാസം മുമ്പ് നാട്ടിൽ പോയിട്ട് വന്ന ആളാണ് ഞാൻ. ഒരു 1000 രൂപ പോക്കറ്റിൽ ഇട്ട് ഒരു ആക്റ്റീവായോ അല്ലെ ബൈക്കോ എന്തും ആയിക്കോട്ടെ, 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടൊന്ന് പോയി ഇങ്ങോട്ടൊന്ന് വന്നു, അത് കഴിഞ്ഞു. അപ്പം 100 രൂപയുടെ പെട്രോൾ അടിച്ചൊന്ന് കൂട്ടിക്കും, പിന്നെ ഇച്ചിരി മീൻ മേടിച്ചൊന്ന് കൂട്ടിക്കും, ഇച്ചിരി പച്ചക്കറി, നിങ്ങളുടെ 1000 രൂപ കഴിഞ്ഞു. അവിടുത്തെ ബേസിക് ശമ്പളം എത്രയാണ്? 20,000 രൂപയാണ് ആവറേജ് വരുന്നത്. 50,000 കിട്ടുന്നവരുണ്ടാകും, 1,00,000 കിട്ടുന്നവരുണ്ടാകും. ഞാൻ പറഞ്ഞ ആവറേജ് അവസ്ഥയുടെ കാര്യമാണ്. അങ്ങനെയുള്ളവർ ഇവിടെ യു കെയിൽ വന്നിട്ട് പെർ അവർ 11.44 ബേസിക് സാലറി മേടിച്ച് വർക്ക് ചെയ്തിട്ട് ഈ നാടിനെ കുറ്റം പറയും. നാടിനെ കുറ്റം പറയുന്ന ടാക്സ് കൊടുക്കുന്ന അതൊക്കെ ആയിക്കോട്ടെ. ഈ വരാൻ ആഗ്രഹിക്കുന്നവരെയും അല്ലെങ്കിൽ വന്നെങ്ങനെയും പിടിച്ച് നിൽക്കണം, ജീവിച്ച് മുൻപോട്ട് പോകണം, ILR എടുക്കണം എന്നാഗ്രഹിക്കുന്നവരെയൊക്കെ മടുപ്പിക്കാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾക്ക് വയ്യെങ്കിൽ നിങ്ങൾ
മടങ്ങിപ്പോവുക. ഇവിടെ നിൽക്കുകയും വേണം, ഇവരെ കുറ്റം പറയുകയും വേണം, നാട്ടിൽ നിന്ന് ഒരുത്തനും വരികയും ചെയ്യരുത്. അങ്ങനൊരു മൈൻഡ് സെറ്റ് പ്രത്യേകിച്ച് മലയാളികൾക്കാണ് തോന്നി പ്രശ്നം. ആരെങ്കിലും ഒന്ന് വരുന്നെന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എടാ ഇങ്ങോട്ടൊന്നും വരണ്ട, ഇവിടെ ഒരു ഗതിയും പിടിക്കത്തില്ല, ഇവിടെ അല്ലെങ്കിൽ എല്ലാം ടാക്സ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എല്ലാം സ്പെൻഡ് ചെയ്യണം എന്നും പറഞ്ഞ് നെഗറ്റീവ് അടിക്കാനും മടുപ്പിക്കാനും മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ. അപ്പം നിങ്ങൾ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഇവിടെ നിൽക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉള്ളവരാണെങ്കിൽ ഓസ്ട്രേലിയ, കാനഡ ഒക്കെ പോയി അവിടെയൊക്കെ നിന്ന് സമ്പാദിക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ളവരെ ഇവിടെ നിന്ന് പിടിച്ചു നിൽക്കുന്ന പാവങ്ങളെ ഒന്നും മനസ്സ് മാറ്റാനോ അല്ലെ മടുപ്പിക്കാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക. ദൈവത്തെ ഓർത്ത് ഒരപേക്ഷയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.